അയ്യോ ചാടിക്കോ ഓടിക്കോ നീ ഒരു മലയാളമൊക്കെ പറയുന്നത്. വിൽ കം ബാക്ക് ആഫ്റ്റർ ദിസ്. എടാ അവര് മലയാളമല്ലേ ഇപ്പൊ പറഞ്ഞ ചാടിക്കോ ഓടിക്കോന്ന്? അവർക്ക് മലയാളം എങ്ങനെ അറിയാം? ഹിന്ദിയും പറഞ്ഞു മലയാളവും പറഞ്ഞു. മലയാളികളപ്പോൾ ഒരുപാട് വരുന്നുണ്ട് ഇവിടെ. ഇങ്ങോട്ട് പോകും. ഇനിയിപ്പം ഞങ്ങൾ ഇവിടുന്ന് നേരെ ഒരു 6-7 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. അടുത്ത ഞങ്ങൾ പോകാൻ പോകുന്ന രാജ്യമാണ് അർമേനിയ. അടിപൊളി. ഞങ്ങളുടെ 6ാമത്തെ രാജ്യം. 6 തായ്ലൻഡ്, ബാലി, ജോർജിയ 5ാമത്തെ രാജ്യം. ഇന്ത്യയുടെ കൂട്ടമാണ് 6ാമത്തെ രാജ്യം. ഇന്ത്യയുടെ കൂട്ടം 6ാമത്തെ രാജ്യം. അത് കാണാൻ വേണ്ടിയിട്ടുള്ള പോകാൻ പോവാം. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷം ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് പോവുകയാണ് ഗൈസ്. ഇത് ഞങ്ങളുടെ ഹോട്ടലാണ്. ഞങ്ങളുടെ ഡ്രൈവർ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ബസ്സാണ്. പുതിയ ടൂർ ഗൈഡാണ്. അപ്പോൾ ബാക്കി കാഴ്ചകൾ അർമേനിയ. അർമേനിയൻ ബോർഡർ മോനെ കടക്കുന്ന അത്ര ഈസി അല്ല. ചെറിയ ചെറിയ നൂലാമാലകളൊന്നും അല്ല മക്കളെ. ഞങ്ങളങ്ങനെ അർമേനിയൻ ബോർഡർ ക്രോസ് ചെയ്ത് ഇവിടെ ഒരു സ്റ്റോറിൽ വന്ന കറൻസി എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട്. അത്ര ഈസി അല്ല കേട്ടോ. നമുക്ക് മറ്റേ ഖത്തർ ഐ ഡി ഉള്ളതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ട് പോയതാണ്. ഇന്ത്യക്കാരാണെങ്കിൽ മറ്റേ വിസ വേണം. പിന്നെ അവന്മാർക്കാണെങ്കിൽ നമ്മൾ പറയുന്നതൊന്നും മനസ്സിലാകത്തില്ല. ഇംഗ്ലീഷ് അവർ മനസ്സിലാകത്തില്ല. ഞങ്ങളുടെ ടൂർ ഗൈഡ് ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടോ. ഇല്ലാതെ ഞങ്ങൾക്ക് നല്ല പണി കിട്ടിയാണ്. അപ്പാപ്പനൊക്കെ എന്നെ നോക്കുന്നു. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ജോർജിയ അർമേനിയ ബോർഡറിൻ്റെ അടുത്താണ്. ഇനിയിപ്പോൾ നമ്മൾ നേരെ അടുത്ത ഫുഡ് കഴിക്കാനും കാര്യങ്ങൾക്കൊക്കെ പോയിട്ട് നേരെ റൂമിലോട്ടാണ്. അത് കഴിഞ്ഞിട്ട് വേണം ബാക്കി ടൂർ സ്ഥലത്തോട്ടൊക്കെ പോകാൻ. പിന്നെ ഇവിടുത്തെ കറൻസിയും ഇത്തിരി ടാസ്ക്കാണ്. മറ്റേ ഇന്തോനേഷ്യയിലെ കറൻസി കണക്കാണ്. ഭയങ്കര അക്കങ്ങളാണ്. 10,000 20,000 ഒക്കെയാണ് നോട്ട്. കൺഫ്യൂഷനാവും, പെട്ടെന്ന് കൺഫ്യൂഷനാവും നമ്മൾ. അവൻ സിം എടുക്കാണ്ട് വന്നേ. ഇതെന്താ 5,000-ൻ്റെയൊക്കെ നോട്ട്. 5,000 10,000 ഇതൊക്കെയാണ് ഇവിടുത്തെ നോട്ട്. ഫുള്ള് ഇവരുടെ ഭാഷ അർമേനിയൻ ലാംഗ്വേജ്. അർമേനിയൻ ഇൻഷുറൻസ്. നമുക്കൊരു ട്രാവൽ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് രക്ഷപ്പെട്ടു. എല്ലാവരും പണി കിട്ടിയാൽ എന്നിട്ടാ ഞങ്ങളുടെ വണ്ടി. പിന്നെയുള്ള വിശേഷങ്ങൾ ഞങ്ങൾ അവിടെ പോയിട്ട് അടുത്ത സ്ഥലത്തോട്ട് കാണിച്ചാൽ ഇവിടെ ഇത്രേ ഉള്ളൂ. ഇവിടെ വലുതായിട്ട് കാണാനൊന്നുമില്ല. കുറേ വണ്ടികളും കിടപ്പുണ്ട്, കുറേ ആൾക്കാരുണ്ട്.
ഇപ്പോൾ സമയം 11 മണിയായി. ഞങ്ങൾ വെളുപ്പിന് 6 മണിക്ക് ജോർജിയയിൽ നിന്ന് ഇറങ്ങിയതാണ്. 11 മണിയായപ്പോൾ ഞങ്ങൾ അർമേനിയയിലെ ഒരു ഫുഡ് കോർട്ടിൽ എത്തിയതാണ്. ഇവിടുത്തെ ഫുഡ് കോർട്ടിലെ കാഴ്ചകൾ കാണിച്ചതാണ്. ഫുള്ള് ബ്രെഡാന്ന് തോന്നുന്നു. കുറെ കേക്ക് ഐറ്റംസ് ഉണ്ട്, സ്വീറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ബക്ലാവ, അതെ അതെ, ഓറിയന്റൽ ബക്ലാവാസ്. ബക്ലാവ അടിപൊളി സാധനമാണ്. പല തരത്തിലെ ബക്ലാവ ഉണ്ട്, പച്ച, മഞ്ഞ, ചുമപ്പ്, പല കളറ്. റിബൺ പപ്സ് കണക്കിരിക്കുന്ന കുക്കീസ് ഉണ്ട്. ജെല്ലി ഡോണറ്റ്സ്, കുക്കീസ്, കാട്ട വിത്ത് യോഗട്ട്. ഇതെല്ലാം ബക്ലാവയാ, വാൾനട്ടിന്റെ ബക്ലാവ. ഇത് ക്രീം കോൺ, ഇതെല്ലാം സ്വീറ്റ്സ് ആണ്. പിന്നെ കുറെ കുക്കീസ്. ഞങ്ങൾ വല്ല മീറ്റും കഴിക്കാൻ നേരത്തെ ഇത് കബാബ് സാധാരണ. ഇതെല്ലാം നമ്മൾ പെട്ടെന്ന് റെഡിയാക്കി തരുമെന്നാണ് പറഞ്ഞത്. എല്ലാം ട്രഡീഷണൽ ഓവൻസ് ആണ്, ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് സെറ്റ് ചെയ്ത് തരും. കൊള്ളാട്ടോ. വലിയ സ്പൈസും കാര്യങ്ങളൊന്നും കാണാത്തതില്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടാവും. ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവും. ഇതൊക്കെ ചിക്കൻസ് ആണ്, അല്ല പോർക്ക്. ആ ഇത് ക്യാപ്സിക്കവും പിന്നെ വഴുതനങ്ങയും, ഗ്രിൽഡ് ഇൻ ദ സമ്മർ. അതൊക്കെ കഴിക്കാം ആൾക്കാർ. ഇതെന്തോ മഷ്റൂം ബാർബിക്യൂ. മഷ്റൂമിലേക്ക് ബാർബിക്യൂ ഉണ്ട്, അടിപൊളിയായിരിക്കും. വേണ്ട, ടേസ്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല. ഇത് പ്ലീച്ച് എന്തായിരിക്കും, കിഴങ്ങായിരിക്കും, പൊട്ടറ്റോ ആയിരിക്കും. ചിക്കൻ വിങ്സ്, ഇത് ബാർബിക്യൂ വിത്ത് സിഗ്. ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫിഷ് ആണെന്നാണ് പറഞ്ഞത്. ഇത് ഗ്രില്ല് ടോട്ട്, 1200 ഗ്രാം. ഞങ്ങൾ അത് വാങ്ങിക്കാൻ പോവാം. ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്, ട്രൈ ചെയ്ത് നോക്കാം. ചില ടേസ്റ്റ് ആയിരിക്കും, ചിലപ്പോൾ പാളും. നോക്കാം. 1200 ഗ്രാം എന്ന് പറയുമ്പോൾ $8 ആയിട്ട്. ചിക്കൻ ഇതെന്തോ കാടക്കോഴിയോ, കാടക്കോഴിയൊക്കെ ഉണ്ടെന്നുണ്ടോ ഇത്? പേര് ഗ്രിൽഡ് കുയിൽ. കുയിലിനായിരിക്കും. അവനാണ് പൈസ കൊടുത്ത് ഓർഡർ ചെയ്തിരിക്കുക, നോക്കണ്ട. റോസ്റ്റഡ് ചിക്കൻ വിങ്സ് വിത്ത് പൊട്ടാറ്റോസ്. ഇതൊന്നും എരിവൊന്നുമില്ല തോന്നുന്നു, ചെറിയ ചെറിയ സാധനം. ഇത് നോക്കിക്കട, ഫ്രൈഡ് കുയിലെന്ന്. കാടക്കോഴി ആയിരിക്കും. അവിടെ നിന്നാണ് ഞങ്ങൾ ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയത്. ഫുഡ് കഴിച്ചു. ഇവിടുത്തെ ഫിഷ് നല്ല സാധനം കേട്ടോ, ടോട്ടസ് അങ്ങനെയാണ് ആ ഫിഷിൻ്റെ പേര്. അതായത് ഇവിടുത്തെ ലേക്കിൽ നിന്ന് ഇവർ പിടിക്കുന്ന മീനാണ്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല റോ മീറ്റായിരുന്നു. ഇപ്പം മണി 12 ഞങ്ങൾ ഫുഡ് കഴിച്ച് ഇറങ്ങിയപ്പോൾ 1 മണിക്കൂർ എടുത്ത്. പിന്നെ കുറേ ബ്രെഡ് മാത്രമേ കഴിച്ചുള്ളൂ, റൈസ് ഒന്നും ഇവിടെ കിട്ടത്തില്ല. ഇതിൻ്റെ പുറത്ത് നല്ല വ്യൂസ് ആട്ടോ, അത് നോക്കിയേ, നല്ല മലയാണ്. കൊള്ളാല്ലേ, അടിപൊളി. നല്ല നല്ല വെയിലും ഉണ്ട്, അതേപോലെ തന്നെ തണുത്ത കാറ്റും ഉണ്ട്. ചൂടില്ല, പക്ഷെ കണ്ണു തുറക്കാൻ പറ്റുന്നില്ല വെയിലടിച്ചിട്ട്. നമ്മളിനി ഇവിടെ നിന്ന് അടുത്തൊരു ലേക്ക് കാണാൻ വേണ്ടി പോയി. ഇവിടുത്തെ മീനൊക്കെ പിടിച്ച ലേക്ക് ഉണ്ട്, അത് കാണിച്ചു തരാന്ന് പറഞ്ഞു. ലേക്കിനെന്താ പേര് പറഞ്ഞു, ഞാൻ ഇപ്പോൾ അവിടെ പോയിട്ട് ഞാൻ കറക്റ്റ് കാണിച്ചു തരാം കേട്ടോ.
biggest monastery. It first big monastery a few years tourists. And seven out means like monastery because this monastery like my home and built many are built with too. And before the peninsula, there was a small island. However, Armenians decided to make peninsula here for some um, like beach and some hotels located in that place. ഓക്കെ. ഇപ്പം എൻ്റെ പുറകെ കാണുന്നതാണ് സെവൻ ലേക്സ്. സെവൻ ലേക്സ് എന്ന് പറഞ്ഞാൽ അർമേനിയൻ ലാംഗ്വേജിൽ ജുവലറീസ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഈ ലേക്കിന് സെവൻ ലേക്സ് എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, ഇത് 1400 കിലോമീറ്റർ ദൂരമുണ്ട് ഈ ലേക്കിന്. അതായത് ഇവിടെ കടലുകൾ കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ അതിന് പകരം ഇവരുടെ കയ്യിലുള്ളത് ഈ ഒരു ലേക്ക് മാത്രം. പിന്നെ ഇപ്പോഴത്തെ കൂടുതൽ ക്രിസ്ത്യാനിറ്റി ആണോ, ഇവർ മറ്റേ ക്രിസ്ത്യൻസ് ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത്. 93 ഓഫ് പോപ്പുലേഷൻസ് അർമേനിയൻസ് ആണ് ഈ രാജ്യത്തുള്ളത്. അർമേനിയൻസ് വന്നിട്ട് ഒരു യുക്രൈനിയൻ റഷ്യൻ വാറൊക്കെ നടന്ന സമയത്ത് യുക്രൈനിൽ നിന്നും റഷ്യയിൽ നിന്നും ആൾക്കാർ അർമേനിയയിലോട്ട് ഇങ്ങോട്ട് ചേക്കേറിയിട്ടുണ്ടെന്നാണ് ഇവിടുത്തെ ഗൈഡ് നമ്മളടുത്ത് പറഞ്ഞത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഫ്രണ്ട്സ് എല്ലാവരും അവിടെ ഒത്താണ് കൂട്ടുകാരൊക്കെ എനിക്ക് മൊത്തം മലയിലൊക്കെ മറ്റേ മേഘമൊക്കെ ഇറങ്ങിയിരിക്കുക. എന്ത് രസമാണ്. എനിക്ക് ഇവരുടെ കാറ്റ് കാരണം ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ മലകളായതുകൊണ്ട് എർത്ത് ക്യൂക്ക് ഉണ്ടാവാതെ ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്, പക്ഷെ കാറ്റുണ്ട്, നല്ല തണുത്ത കാറ്റുണ്ട് ഇവിടെ മൊത്തം. അപ്പം നമ്മൾ സെവൻ ലേക്സിൽ നിന്ന് പോവാണ്. നമ്മളിനി അടുത്ത പോകാൻ പോകുന്നത് സ്കീ റിസോർട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മളിനി അവിടുത്തെ കാഴ്ചകൾ അടുത്താണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ സെവൻ ലേക്സ് കഴിഞ്ഞിട്ട് ഇവിടുത്തെ സ്കീ റിസോർട്ട് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞാൻ സ്കീ റിസോർട്ടിൻ്റെ കാഴ്ച കാണിച്ചു തരാം, നോക്കിക്കോണേ. ഇതാണ് സ്കീ റിസോർട്ടിൻ്റെ എൻട്രൻസ്. ഇവിടെ നല്ല കേബിൾ കാർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് മേളിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇതാണ് ഞങ്ങളുടെ ഗൈഡ് സോഫിയ. സേ ഹായ്. നോക്കാം. ഇവിടെ ചെറിയ ഫുഡ് കോർട്ട് സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. വിൻ്റർ ക്ലബ്. ഇത് സത്യത്തിൽ വിൻ്റർ ടൈം ആകുമ്പോഴത്തേക്ക് മൊത്തം മഞ്ഞായിരിക്കും. ഇവിടെ മറ്റേ സ്കേറ്റിങ്ങും സ്കീയും അങ്ങനത്തെ കുറേ പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. അയ്യോ, ശ്വാസം വിടുന്നു ഇങ്ങോട്ട് കയറിയിട്ട്. ഞങ്ങൾ ഇവിടുത്തെ കേബിൾ കാർട്ട് കയറാൻ പോവാം. കേബിൾ കാർട്ടിന് വലിയ സേഫ്റ്റി ഒന്നും ഇല്ലെന്ന് തോന്നുന്നു എനിക്ക്. കുഴപ്പമില്ല, കയറി നോക്കാം. ഇവിടെ ഒരാൾക്ക് കയറാൻ വേണ്ടിയിട്ട് 3000 ഡ്രാമാണ് പ്രൈസ്. അത് വലിയ പ്രൈസ് ഒന്നുമില്ല, ചെറിയ എമൗണ്ടാണ്. നമ്മൾ കാണുമ്പോഴത്തേക്ക് വലിയ എമൗണ്ടായിട്ടൊക്കെ തോന്നും. 3000 ഡ്രാം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരാൾക്ക് ഒരു 600 രൂപ എത്തായിട്ടുണ്ട്. 600 രൂപ എന്ന് പറയുമ്പോഴത്തേക്ക് വലിയ കൂടുതലൊന്നും അല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ എന്നാലും നല്ല വ്യൂ ഉണ്ടാവും മേളിൽ പോയിട്ട്. ഇവിടെ വരെ വന്നിട്ട് ഇതൊക്കെ ട്രൈ ചെയ്തില്ലേ പിന്നെ എങ്ങനെയാണ്. എന്തായാലും ജോർജിയയിൽ പോയിട്ട് നമ്മുടെ മറ്റേ പാരാഗ്ലൈഡിങ് ഒക്കെ മിസ്സായതാണ്. 10000 രൂപയൊക്കെ കണ്ടിട്ട് 600 രൂപയൊക്കെ കുഴപ്പമില്ലാത്തൊരു എമൗണ്ടാണ്. കയറി നോക്കാം എങ്ങനെ ഉണ്ടാവും എന്തോ. ഇതാണ്. ബൈ ബൈ. ഓക്കെ, വി വിൽ കം. താങ്ക് യു. ഇതാണ് അതിൻ്റെ ടിക്കറ്റ്. ഇങ്ങനെയാണെന്ന് തോന്നുന്നു. അത് തന്നെ, ഇങ്ങനെയാണ് അതിൻ്റെ ടിക്കറ്റ്. ഇവിടെ സ്കാൻ ചെയ്തു നേരെ അകത്തോട്ടേക്ക് പോവാം. ഓക്കെ, ഒരു കേബിൾ കാർഡിനകത്ത്
4 പേർക്കാണ് സീറ്റ് വരുന്നത്. പെട്ടെന്ന് ഇരുന്നില്ലാന്നുണ്ടെങ്കിൽ സീറ്റ് ഇപ്പൊ മിസ്സായി പോയാ. ഇതാണ് ഇവിടുത്തെ വ്യൂ. അയ്യോ കയ്യൊക്കെ വിറയ്ക്കുന്നുണ്ട്. അതങ്ങ് മേലെ പോവും അത്ര പൊക്കത്തില്. ഇത്രയും പൊക്കത്തിൽ പോട്ടെ, അതല്ലേ രസം. സ്കൈ ഡൈവോ പറ്റിയില്ല, മണ്ടേ കയറിട്ട് ഇതെങ്കിലും ചെയ്യട്ടെ, ഇല്ലെങ്കിൽ എന്ത് കൊള്ളാം. ഇത്രയും ദൂരം വന്നിട്ട് എൻ്റെ മോനെ പൊളിയട്ടാ. വലിയ ഹൈറ്റ് ഒന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ല. പയ്യെ എഴഞ്ഞെഴഞ്ഞാവുന്നു. അതിൻ്റെ അതൊന്നും ആരും ഇല്ലേ, അവിടെ പോയവരും തിരിച്ചു വരുന്നില്ലെന്ന് തോന്നുന്നു. ഇത് സ്റ്റോപ്പ് ഒന്നും ഇല്ല കേട്ടോ, ഇങ്ങനെ പെട്ടെന്ന് ചാടി ഇറങ്ങിക്കണം. അങ്ങനെയല്ല, പോയവരൊന്നും വരുന്നില്ല എന്ന്, എല്ലാരും അവിടെ വേളിക്ക്. നെഗറ്റീവ് പറയല്ലേ. എന്തിന് കണ്ണൊക്കെ തുറന്നിരിക്കും, നല്ല രസമല്ലേ. അതെ, 24 മണിക്കൂറും പ്ലെയിനിൽ ഇരിക്കുന്നവളാ. എന്റെ പോരെ പൊളി. 24 മണിക്കൂറും പ്ലെയിനിൽ ഇരിക്കുന്നവളാ, അവൾക്ക് പേടി. നീ ഇപ്പൊ എത്രാമത്തെ പ്രാവശ്യമാണ് പ്ലെയിനിൽ കയറുന്നത്? 2 വർഷമായിട്ട്, അതായത് എല്ലാ മാസവും ഒരു 4-5 പ്രാവശ്യം, ഒരു 6 പ്രാവശ്യം മിനിമം കാണൂലേ. 12 പ്രാവശ്യം പ്ലെയിനിൽ ഇരിക്കുന്നവളാ. 24 മണിക്കൂറാ. 24 പ്രാവശ്യം പ്ലെയിനിൽ ഇരിക്കുന്നവളാ. എന്നിട്ട് ഈ ഹൈറ്റ് പേടി. എന്നാലും അത് മണ്ടേ തന്നെ അല്ലേ. എത്ര ആൾക്കാരുണ്ട്, അതുപോലെയാണോ ഇത്? നീ അതിന്റെ വീടിന്റെ ഉള്ളിൽ തന്നെ പ്രാവശ്യം കാണിക്കില്ല. ഇതിന്റെ അത് ഞങ്ങള് 4 പേരുണ്ട്, അത് മതി. എന്തെങ്കിലും എടുത്താ 487875. ഇപ്പൊ എന്നോട് കൈ ഇരുന്ന് എടുക്കാൻ പറയാം. 7875. ആ മൂമൊക്കെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ. ഹലോ. ഒരു പേടിയില്ല, കാലുമ്പോ കാലൊക്കെ കയറ്റി വെച്ച് അങ്ങിരിക്കുക. അവരൊക്കെ ഇരിപ്പോയി. എടാ മറ്റേ 7 ലേക്സ് ഒന്നും കൂടി കാണാന്നാട്ടാ പറഞ്ഞത് ഇവിടുന്ന്. ഭയങ്കര റിലാക്സ് ആയിട്ട്. കഴിയുമ്പോ അപ്പൊ നമ്മൾ നേരത്തെ ആദ്യം കണ്ട എവിടെ മ്യൂസിക് മേളിൽ ചെന്ന് കേൾക്കാൻ പറ്റും. നമ്മള് ഇതിന്റെ മണ്ടേ കയറി കഴിഞ്ഞാൽ, അല്ല ഏറ്റവും മേളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട 7 ലേക്സ് ഒക്കെ കാണാൻ പറ്റുമെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. പോയി നോക്കാം. ഗൈഡ് പറയുന്നൊക്കെ കേക്കണ്ടേ. പൊടി പിള്ളേരൊക്കെ ഉണ്ടതിരിക്കുന്ന നോക്കിയേ. ഹലോ. കുഞ്ഞുണ്ടാപ്പിയുടെ കാട്ടൊക്കെ നോക്കിയേ, ഒരു പേടിയില്ല അവര്. ബൈ ബൈ. ബൈ ബൈ. താഴേക്ക് നോക്കണ്ട, മേലേക്ക് തന്നെ നോക്കിയാൽ മതി. പാറയൊക്കെ നോക്കി, മൊത്തം പായൽ പിടിച്ചിരിക്കുകയാണ്. അത് 2 പേർക്ക് മാത്രമായിട്ട് പോകാനുള്ളൂ. അവിടെ കാണുന്ന കേബിൾ കാർട്ട് അതിനൊന്നും ആരുമില്ല, അതൊന്നും വർക്ക് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. പക്ഷെ 4 പേരെ നല്ലത്, എല്ലാവരോടും ഒന്നിച്ച് അങ്ങ് പോവാം. എല്ലാം പോയി. ഒന്നുമില്ലപ്പാ, എനിക്ക് തണുപ്പൊന്നും അടിക്കുന്നില്ലല്ലോ. നിക്കറൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്. പേടിയുണ്ടോ? എനിക്ക് പേടിയല്ല, ലൈക്ക് വയറിന് ഗുളുഗുളു ആവും, അതാണ് പേടിയാണ്. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ, ഒരു കൊക്കയുടെ മേളിൽ മാറിക്കുന്ന പോലെ ഉണ്ട്. എടാ പക്ഷെ വലിയ ഹൈറ്റ് ഒന്നുമില്ല. താഴെ പൊങ്ങാൻ നേരത്ത് ഫോണും തെറിച്ച് വരുന്നത്. പാട്ടൊക്കെ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ തുള്ളണമെന്നാ പറഞ്ഞേ. ഐ മീൻ പോണെന്നാ പറഞ്ഞേ. തുള്ളണമെന്നല്ല, ഇറങ്ങണം.
ആ ഓക്കെ. കുറെ കാണുന്നില്ല ഇങ്ങോട്ടൊക്കെ എത്താം. നല്ല പോണുണ്ട്. പക്ഷെ മേളിലോട്ട് പോകുന്ന വലിയ കുമ്മില്ല, താഴോട്ട് പോണതിനായിരിക്കും രസം. ആ ഇവിടെ നിന്ന് അങ്ങോട്ട് സ്ട്രെയിറ്റ് ആട്ടാ, ഹൈറ്റ് മാറി. ഇവിടെ വേറെ വഴിയൊന്നുമില്ലല്ലേ ഇറങ്ങിപ്പോവാൻ, കാടിറങ്ങേണ്ടി വരും. പോടാ പട്ടി. കൊച്ചു പിള്ളേരൊക്കെ നല്ല ആടിക്കൊണ്ടിരിക്കലല്ല പേടിയല്ല. ആ അത് ശരിയാ. സംഭവം അനങ്ങുന്നില്ല. നല്ല സുഖം കിട്ടും കാറ്റും. എനിക്ക് വെയിലടിച്ചിട്ട് പൊള്ളുന്നു. അതുണ്ട്, ചൂടുണ്ട് ഇടക്ക്. ഇത് ഇതിനകത്ത് കുരുപ്പോളി ഇരിക്കുന്ന. ഹലോ എന്ത് രസമാണ് പിള്ളേരൊക്കെ കാണാൻ. ഇവിടെയൊക്കെ ജനിച്ചിട്ട് നാട്ടില് പോയാൽ മതിയായിരുന്നു. നമ്മളല്ല ദാരിദ്ര്യം അടിക്കൂടെ മൊത്തം. നമ്മുടെ നാട്ടിൽ ദാരിദ്ര്യം ഇല്ല. നമ്മുടെ നാട്ടിൽ പിന്നെയും അത്ര ദാരിദ്ര്യം ഇല്ല, ദാരിദ്ര്യമൊന്നുമില്ല നമ്മുടെ നാട്ടിൽ. എല്ലാവരും അത്യാവശ്യം നല്ല റിച്ചാണ്. ഇവിടുത്തെ അവസ്ഥ ഉണ്ടായിരുന്ന ഇവിടെ ഇവിടെ മറ്റേ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് എന്താ പറയുന്നത്? മൈനിങ് ആണ്. മൈനിങ്ങും ഫിഷിങ്ങും അല്ലേ. ഇവർ മൈൻ ചെയ്യുന്നത് കോപ്പർ, ഗോൾഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. പക്ഷേ ഇതിൻ്റെ അകത്തു നിന്ന് കൂടുതലും വരുമാനം അല്ല, അതിൻ്റെ സോഴ്സ് പോകുന്നത് ഫുള്ളും റഷ്യയിലോട്ടാണ്. അതുകൊണ്ട് അവന്മാർ പൈസ ഉണ്ടാക്കും, ഇവിടെ ഉള്ളവർ അവർക്ക് വേണ്ടി പണിയെടുക്കും. അതുകൊണ്ട് ഇവർക്ക് പോവർട്ടി ഭയങ്കര കൂടുതലാണ്. ആ അങ്ങനെയാ ഗൈഡ് പറഞ്ഞത്. അങ്ങനെയല്ല, പോവർട്ടി കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല. ഇതിപ്പോ എത്തും, നോക്കാം. ഹലോ അവൻ അറബിയ കണ്ടറിയാം. ഞാൻ വിചാരിച്ചായിരുന്നു എന്റെ ചെരുപ്പ് ഊരി വെച്ചിട്ട് കയറണമെന്ന്, ലിക്കറ്റ് ചെരുപ്പ് ഊരി പോകുന്നു. ഹലോ കുഞ്ഞു പിള്ളേരൊക്കെ ഇരിക്കണം, നോക്ക്. അവന് പേടിയുണ്ടെന്ന് ചെറുക്കൻ നടക്കിയിരിക്കുന്നത്. പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്ത് തരുവേ. ഉണ്ണമായൊരു പാട്ട് പാടിയിരുന്നെങ്കിൽ ഞാൻ റിലാക്സ് ആയി. നല്ല പാട്ട്. ഇപ്പൊ പൊള്ളുന്നു, മലയുടെ മേളിൽ വന്നിട്ടാന്ന് തോന്നുന്നു, പൊള്ളിട്ട് വയ്ക്കാം. മറ്റേ സ്ക്വിഡ് ഗെയിമില് പാട്ട് പോലെയൊക്കെ തോന്നി എനിക്ക്. പിന്നെ കൊറേ ഉണ്ട്. സ്ക്വിഡ് ഗെയിമിലെ പാട്ട് കണക്കെ ഇരിക്കുന്നു, പേടിപ്പെടുന്ന പാട്ട്. നിന്റെ അമ്മയൊക്കെ പേടിച്ച് കൂടെ കിടന്നിട്ട്. കുറെ പൂക്കളൊക്കെ ഉണ്ട് കേട്ടാ. ഈ സ്ഥലത്തിന് ഫ്ലവർ വാലി എന്നൊരു പേരുണ്ട് അല്ലേ? ആ, വാലി ഓഫ് ഫ്ലവർ. അതിന്റെ പൂക്കളാകെ ഇത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ഏയ് കൊറേ പൂക്കൾ ഉണ്ടാവുന്ന പറയണ മറ്റേ ഓട്ടം സീസൺ ആകുമ്പോഴത്തേക്ക്. പ്രത്യേക രസമല്ലേ കാണാൻ. നാട്ടിലില്ലല്ലോ. പിന്നെ അത്യാവശ്യം നല്ല ഗ്രീനറികൾ നമ്മുടെ നാട്ടിൽ തന്നെ അടി. ഏറ്റവും കൂടുതൽ മരങ്ങളും എല്ലാ വൃക്ഷങ്ങളൊക്കെ ഉള്ളത് നമ്മുടെ അവിടെ തന്നെ. അത് നമ്മുടെ സർക്കാർ വികസനം എന്ന പേരിൽ മൊത്തം വെട്ടി നശിപ്പിക്കും. ഇതിന് മാത്രമേ സോങ് ഇല്ലൂ അല്ലേ? ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ എന്താണ് സ്റ്റേ ചെയ്യാൻ വീട് വെച്ചിട്ട്. അടിപൊളിയാ. നല്ലല്ലേടാ? ഇവിടെയൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാണല്ലോ എമർജൻസി ആയിട്ട് ഒരു സ്ഥലത്ത് പോക്ക് നടക്കത്തില്ല. ആകെ ഉള്ളൊരു നെഗറ്റീവ് അത് മാത്രമാണ്. ഹോസ്പിറ്റലിൽ പോകാനാണേലും ജോർജിയ പോലും ഞാനൊരു ഹോസ്പിറ്റൽ കണ്ടില്ല. ഞാനും കണ്ടിട്ടില്ല. ഞാനും ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ പിള്ളേർ MBBS പഠിക്കുന്ന സ്ഥലമാണ്. പക്ഷെ അവിടെ ഹോസ്പിറ്റലില്ലേ? ഉണ്ടാവും, നമ്മള് കാണാത്തായിരിക്കും. ഫോട്ടോ എടുക്കാനുള്ളത് എങ്ങോട്ട് പോകണ്ടെങ്കിലും
നമുക്ക് തൊപ്പിയുണ്ടോ ഇടാൻ പറഞ്ഞു? ഇതിന്റെ മേലെത്തിട്ട് അവര് പറഞ്ഞ പോലെ വലുതായിട്ടൊന്നും കണ്ടൊന്നുമില്ല. ആ മറ്റേ കേബിൾ കാട്ട് അങ്ങ് ദൂരെ പോകുന്നുണ്ട്. ഇത് ഇത്രയേ ഉള്ളൂ. ഇവിടെ ഒന്നുമില്ല വലുതായിട്ട്. എല്ലാരും ഇവിടം വരെ വരുന്നു. എനിക്ക് താഴെന്നുള്ള വ്യൂ കാണാൻ ആവില്ല. ഇല്ല ഇറങ്ങാം. നമുക്ക് എന്തായാലും ആ സ്ഥലത്ത് പോയിട്ട് ഇത്രയും പൈസ കൊടുത്തത് കൊള്ളാം. കാല് ചവിട്ടിട്ടില്ല, കാല് മാറ്റിക്കോ, ഇതിന്റെ ഉള്ളിലേക്ക് വെച്ചോ. ഇപ്പൊ തുറക്കിട്ടോ നബിയിലെ കാല് മാറ്റി. നമ്മളാണ് ഫസ്റ്റ്. നബിലെ കാല് മാറ്റിക്കോ, ചവിട്ടിട്ട്. ഓക്കെ വേണ്ടി ഇവര് ഫോട്ടോ എടുത്തിട്ട് അതിന്റെ പൈസ വാങ്ങിക്കാനുള്ള. പക്ഷെ നമുക്ക് വേണ്ട. ഓക്കെ പൈസ വാങ്ങിക്കണ്ട. അല്ല ഫോട്ടോ എടുക്കണ്ട. ചാടിക്കോ ഓടിക്കോ. നീ ഒരു മലയാളമൊക്കെ പറയുന്നത്. വിൽ കം ബാക്ക് ആഫ്റ്റർ ദിസ്. എടാ അവര് മലയാളമല്ലേ ഇപ്പൊ പറഞ്ഞ ചാടിക്കോ ഓടിക്കോന്ന്? അവർക്ക് മലയാളം എങ്ങനെ അറിയാം? ഹിന്ദിയും പറഞ്ഞു മലയാളവും പറഞ്ഞു. മലയാളികളപ്പോൾ ഒരുപാട് വരുന്നുണ്ട് ഇവിടെ. കുതിര ഇന്ത്യൻ കാണുമ്പോൾ കണ്ടതുകൊണ്ട് മലയാളമാണോ ഹിന്ദി ആണോ എന്ന് അറിയത്തില്ല. അതുകൊണ്ട് അവര് രണ്ടും പറഞ്ഞു. വേറെ ഏതൊക്കെ ഭാഷ ഉണ്ട് ഇന്ത്യയിൽ? അതൊന്നും അവർ പറഞ്ഞില്ലല്ലോ. അതിൽ നമ്മൾ അഭിമാനിക്കുന്നു. ബാക്കിന്ന് പോണ ആ വ്ലോഗിൽ എന്തായാലും ഉണ്ടാവും. ഞങ്ങളങ്ങനെ കേബിൾ കാർട്ട് ഇറങ്ങിയിട്ട് ഇവിടെ ഒരു കാട്ടിലെത്തിയിരിക്കുകയാണ്. അവിടെ കുതിരയൊക്കെ ഉണ്ടെന്നൊക്കെ പറ. അങ്ങോട്ട് പോകണ്ട, പോയി നോക്കടാ. കുതിര ഉണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് പോയി കാണണമല്ലോ. എവിടെ കുതിര? ഒന്നിനെ കണ്ടില്ലല്ലോ. ഒന്നുമില്ല കേട്ടോ ഇവിടെ വലുതായിട്ട് കാണാൻ. ചുമ്മാ കേബിൾ കാർട്ട് മാത്രമേ ഉള്ളൂ. വീടിന് വാങ്ങി വെച്ച് കൊടുത്തിട്ടുണ്ട്. 600 രൂപ എടുത്ത് ഞങ്ങൾ വന്നതാ. വെറുതെ ആയോ? നോക്കട്ടെ, ഇതിൻ്റെ മേലെ കയറുമ്പോൾ അറിയാം. വണ്ടി നമുക്ക് ഓടിക്കാൻ പറ്റുമോ? അവർ അതിൻ്റെ പുറകെ ഇരിക്കാനേ പറ്റത്തുള്ളൂ തോന്നുന്നു. മൊത്തം പുകയടിച്ച് പാറത്തേങ്ങി വരുക എൻ്റെ മോനെ. പിള്ളേരത്തെ കൊണ്ട് പോവാ. കൊച്ചു പിള്ളേർ, ചെറിയ വണ്ടിയാണ് ഇത്. വണ്ടി ഭയങ്കര പൊടിയാണ്. മഞ്ഞില്ലാത്തതുകൊണ്ടാണ് മൊത്തം പൊടിയാണ്. വലുതായിട്ട് കാണാനൊന്നുമില്ലെങ്കിലും കുഴപ്പമില്ല. അത്യാവശ്യം നല്ല വൈബുണ്ട് ഇവിടെ വന്നിരിക്കാൻ. നല്ല ശാന്തിയായിട്ട് വന്നിരിക്കാൻ നല്ല രസമുണ്ട്. നല്ല പീസ് ആൻഡ് കാമാണ് ഇവിടുത്തെ സ്ഥലം. നമുക്ക് വണ്ടി കയറുന്നതിന് എത്രയാണെന്ന് ചോദിച്ചോക്കെ. ചുണ്ടൊക്കെ ഡ്രൈ ആവും. എൻ്റെ ചുണ്ടൊക്കെ പൊട്ടുന്നുണ്ട് അവിടെ നിന്നിട്ട്. അപ്പം ഞങ്ങൾ തിരിച്ചു പോകാൻ പോവാം. ഓക്കേ ക്ലോസ് ആയി. ഞാൻ ഫോൺ ഇപ്പൊ താഴ്ത്തു പോകുന്നത്. ചവിട്ടിക്കാണ് ആരും കാലെടുക്കല്ല. അയ്യോ കൊള്ളാം. ഇത് കേറുന്ന ഇറങ്ങുന്ന മാത്രമേ റിസ്ക് ഉള്ളൂ. വേറെ സീനൊന്നുമില്ല. 7 Lakes ഞാൻ കണ്ടില്ല. 7 Lakes കാണാനില്ല.
ഇവിടെ ലൈക്ക് നിരപ്പുള്ള സ്ഥലമില്ലേ, അവിടെ വരെ ഓക്കെ ആയിരിക്കും. അത് കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ അതാണ് നോക്കാം. പിന്നെ ഇവിടുത്തെ ഇത്രയും നേരം പിന്നെ എന്നെ നിങ്ങൾ ആരും വിളിക്കില്ല കേട്ടോ, ഞാൻ കണ്ണടച്ചു. ഫുള്ള് വൈബ് കളിയാണ്. എൻ്റെ മോനെ മൊത്തം കോടിറങ്ങിയിരിക്കട്ടോ അവിടെ. അവിടെ എന്തോ ഒരു ചെടിക്ക് എന്റെ കൈ കൊണ്ടിട്ട് ഇത് ചൊറിയണം പൊങ്ങി വരുന്നുണ്ട്. ഭയങ്കര ശോകം. ഇങ്ങനെ പയ്യെ പോകുന്നുണ്ട്, കുറച്ചുകൂടെ സ്പീഡിൽ പോകണ്ടായിരുന്നു. ഇതന്നെ വലിയ കുഴപ്പട്ടാ. കുറച്ചുകൂടെ സ്പീഡ് ഉണ്ടെങ്കിൽ നല്ല രസമായി. ആദ്യമായിട്ട് ഞാൻ വിസ്മയില് വണ്ടർലൈനിൽ പോയിട്ടാലേ സ്കൂളിൽ മാത്രം എനിക്ക് ഭയങ്കര പേടിയാണ് ഇങ്ങനത്തെ റൈഡിലെല്ലാം കയറാൻ. എന്നെ ആദ്യമായിട്ട് കയറിയത് മറ്റേ വിസ്മയില് ഇങ്ങനെ വെച്ച് ഇങ്ങനെ ആവൂലേ, അയ്യോ എന്റെ ജീവൻ പോയിന്. പിന്നെ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. ഞാൻ അങ്ങനെ ഒരെണ്ണത്തിൽ കയറിയിരുന്നു ഖത്തറിൽ വന്നിട്ട്. മറ്റേ നമ്മുടെ വിന്റർ വണ്ടർലാൻഡിൽ പോയില്ലേ, അവിടുന്ന് റോളർ കോസ്റ്റർ കയറി. ഒരു വട്ടം ഞാൻ കയറിയുള്ളൂ. പേരുത്തൂരുകളെ കൊണ്ടാണല്ലോ നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. സ്കൂളിൽ നിന്നെല്ലാം പോയാലും ഇല്ലേ, ഞാൻ എല്ലാരും തോർത്തെല്ലാം പിടിച്ചിട്ടിരിക്കും. ഞാൻ മാമിന്റെ ഒപ്പം എല്ലാരും തോർത്തും സാധനങ്ങളും പിടിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കും. എല്ലാരും പോകും, ഞാൻ മാത്രം പോവില്ല. ഞാനും അങ്ങനെ കണ്ണാടി ഒന്നും വേണ്ടെന്നോ, പോക്കറ്റ് വെച്ചാ അത്യാവശ്യം. ഇവിടെ 7 ലേക്ക് ഒഴിച്ചിട്ട് ബാക്കി എല്ലാം കാണുന്നുണ്ട്. ലൈക്ക് ആ നേരെ ഈ സൈഡിലാണെന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ കണ്ടില്ല കേട്ടോ. തലകൊമ്പെല്ലാം കാണോ ഇപ്പൊ പേടിക്കണ്ട. 600 600 600 600 അപ്പം 1200 2400 രൂപ കൊടുത്തിട്ട്. ഇല്ല, ഒരാൾക്ക് 630 700 അപ്പൊ എത്രയാ? അപ്പൊ 700 കൂട്ടിക്കും. 600 അല്ല കേട്ടോ, 700. അപ്പം 2800 രൂപ കൊടുത്തിട്ട്. അങ്ങനൊന്നും പറയല്ലേ, ഖത്തറിയാല് പറയാതാകുമ്പോൾ കുറച്ചും കൂടി സമാധാനം ഉണ്ടാവും. സമാധാനം വരരുത്, നമ്മുടെ ഓരോരോ സൂക്കേടുകൾക്ക് സമാധാനം വരരുത്. എന്ത് ചിരിയത്, പൊട്ടിച്ചിരിക്കുന്നവര്. ഇറങ്ങണ്ടേ ഐശ്വര്യപ്പോ തുള്ളിച്ചാടിയിട്ട് അയ്യോ, അതാ പറഞ്ഞേ, കുത്തനെയുള്ള റോഡാ. ഇതിന്റെ മേലെയാണ് ആ ബിൽഡിങ്. ഇതെങ്ങനെയാ സ്കേറ്റ് ചെയ്യുന്നത്? മണ്ടത്തരം പറയരുത്, വണ്ടി പോകുന്നത്. എങ്ങനെയാ വണ്ടി കയറി പോകുന്നത്? അതെ, വണ്ടി പോകുന്ന എഴുതണ്ട, ടയറിന്റെ പാടൊക്കെ ഉണ്ട്. അപ്പൊ നീ പണ്ടത്തൊന്ന് ചാടുന്ന കാര്യമാണ് കാലൊരു മാതിരിയാണ്. ലോറി 80കളിലെ ലോറി. ഇവിടുത്തെ വണ്ടികളൊക്കെ ഭയങ്കര പഴയതാട്ടാ, ഒന്നും അപ്ഡേറ്റ് ആയിട്ടില്ലെന്ന് തോന്നുന്നു. പണ്ട് കാലത്തെ ലോറി. ഹായ്, നിക്കണ ഇവിടെ താഴെ തട്ടക്കടാ. വെള്ള സാധനം തുറക്ക്. ഞങ്ങൾ ഇവിടുന്നേ തുറന്നു. എടാ ലെഫ്റ്റ് ഫാമിലി ഒക്കെ ഫുള്ള് ചുമല ഫാമിലി. ഇപ്പൊ ഞാൻ ഓടി അപ്പുറത്തേക്ക് കയറിയത്, ഓടി പിന്നെയും കയറിയത്. ഇപ്പൊ നാളെ കെട്ടേന ഇതിന്റെ അകത്തുനിന്ന് ഇറങ്ങി അപ്പുറത്ത് പോയി കയറിയാണ്. ആകെയുള്ള കുറെ ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ. ഈ സ്ഥലമൊക്കെ വലുതായിട്ടൊന്നുമില്ല. റോപ്പ് വേ അങ്ങനെ തന്നെ ഈ സ്ഥലത്തിന്റെ പേര്. അങ്ങനെ ഞങ്ങൾ സ്കീ റിസോർട്ടിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത സ്പോട്ട് കാണാണ്ട് ഇപ്പോൾ. ഹൈ എങ്ങനെ കൊണ്ട് വെച്ചോ എന്തോ മലയുടെ മേളിൽ കുരിശൊക്കെ.